ഞാൻ നമ്മുടെ തോന്നയ്ക്കൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2024 കാണാൻ വന്നതാണ്. അപ്പോൾ വളരെ ശോകമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഷിപ്പിൻ്റെ മുകളിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ ഒരുപാട് കാഴ്ചകൾ വന്ന വഴിക്ക് കണ്ടു. പക്ഷേ നമുക്കത് പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഫീലാണ് ഉണ്ടായത്. കുറേ കണക്കും അല്ലെങ്കിൽ സയൻസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. പക്ഷെ ആരുമില്ല കേട്ടോ. ഏതാണ്ട് 280 രൂപ ഒരാൾക്ക് ചാർജായിട്ട് ഞങ്ങൾ വന്നതാണ്. ഒരാൾക്ക് 250 രൂപ ഇതിനകത്ത് കയറുന്നതിന്. അപ്പം അന്നേരം വളരെ പ്രതീക്ഷയോടുകൂടി വന്നിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ കപ്പലിൻ്റെ മോളിക്കുന്നത്. ഈ അങ്ങോട്ട് കുറച്ച് ദിനോസറിൻ്റെയൊക്കെ ഫോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ എടുക്കേണ്ടതെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ കയറിയിട്ട് എന്തായാലും നെഗറ്റീവും പോസിറ്റീവും നമുക്ക് പറയണമല്ലോ. അപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളും നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അത് വരുന്ന വഴിക്ക് ഒരു ഗ്ലോബ് കണ്ടായിരുന്നല്ലേ, എന്തോ ഒരു ഗ്ലോബ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തോ ഒരു സംഭവം, അതിന് വീഡിയോ ഇപ്പോൾ ഇന്നത്തെ ആഡ് ചെയ്യാം. കണ്ട സംഭവം ഇങ്ങനൊരു ഗ്ലോബും അതിനകത്ത് സെൻറ്ററിൽ നിന്നിട്ടുള്ളൊരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ സെൽസിനെ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ആദ്യം കാണിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വന്നത് ഈ ഷിപ്പിൻ്റെ മുകളിലാണ്. ഇനിയിപ്പോൾ അടുത്ത ഫോസിൽ ആ ഭാഗത്തുണ്ട്, അങ്ങോട്ടൊന്ന് പോവുകയാണ്. എത്രത്തോളം എന്താകും എങ്ങനെയൊന്നും അറിയില്ല. ഇപ്പം നെഗറ്റീവാണ് നമുക്കിപ്പോൾ ഉണ്ടായൊരു അനുഭവം. പോസിറ്റീവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാവുമെങ്കിൽ അതും എന്തായാലും ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിത് ക്യാമറ ബാഗ് എടുത്തിട്ട് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഇത്രയും നേരം നമ്മൾ ഇതിനകത്താണ് നിന്നത്. കപ്പലും ശാസ്ത്രജ്ഞനും എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. അതിനകത്ത് ഇത്രയും നേരം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കൊരു വീഡിയോ എടുക്കണമെന്നൊരു ചിന്ത വന്നത്. ദിനോസറിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ വലിയൊരു കൂറ്റൻ ദിനോസറിൻ്റെ ഫോസിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണോ അല്ലേന്ന് അറിയില്ല, പക്ഷേ സംഭവം പൊളിയാണ്, രസമുണ്ട്. നല്ലൊരു അടിപൊളി വലുപ്പത്തിനുള്ളൊരു ഫോസിലാണ് ഈ വെച്ചേക്കുന്നത്. ദിനോസർ ഒറിജിനലാണോ അല്ലേ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുപ്പി വെച്ചിട്ട്. നമുക്ക് ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഒറിജിനലല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്ത സാധനമാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ഒറിജിനലിനോട് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ എത്തിയിരിക്കുന്നത് ജീവപരിണാമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കാണ്. ഇവിടെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതെന്താ സംഭവമാണത്? ഇവിടെ ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ, അതൊന്നും ഒറിജിനൽ. നമ്മൾ നേരത്തെ കണ്ട മറ്റേ ദിനോസറിൻ്റെതും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇപ്പോൾ ഇതും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒറിജിനലാണെന്നാണ് അവിടെ ഒരു സെക്യൂരിറ്റി പറഞ്ഞത്. ഇവിടെ അതാ തലയോട്ടി. ഇവിടെ പറഞ്ഞു തരാനായിട്ടൊന്നും ആരുമില്ല കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ആരെയും കാണുന്നില്ല. അത് അവിടെ ഒരു സ്കെൽറ്റ് ഇരിപ്പുണ്ട്, അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ സ്വന്തം ആളാണ്, പുള്ളിക്കാരനാണ് നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. ഇപ്പോൾ ഇയാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊന്ന് പറയണം. നമ്മൾ 250 രൂപ കൊടുത്ത് ഇവിടെ വന്നതാണ്. നമ്മൾ രണ്ടുപേരുടെ ഏകദേശം 500 രൂപയോളം കൊടുത്തു, 700 രൂപ കൊടുത്തല്ലേ സാർ? നമ്മൾ 700 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഈ 700 രൂപ മുതലാക്കിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ അതിനെക്കുറിച്ച് ചോദിക്കാനും പറഞ്ഞ ആരുമില്ല. അതുകൊണ്ടാണ് സാറിനെ കൊണ്ട് നമ്മൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ശരാശരി ചെറിയ തൊഴിലൊക്കെ നടത്തിയുന്നവരുടെ പോക്കറ്റിൽ നിന്ന് 750 രൂപ എടുത്ത് നമ്മൾ ഇത്രയും ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഒന്നും കാണാനില്ല. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ആരുമില്ല. സാറ് ഇതിനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റും കേട്ടോ സാറേ. പരാതി ഇവിടെ പറഞ്ഞാലേ രക്ഷയുള്ളൂ. കിഡ്നി സ്റ്റോൺ ഈ ഇരിക്കുന്നത്, നമ്മുടെ മൂത്രത്തിൽ കല്ലെന്നൊക്കെ പറയില്ലേ, ഇത് ഒറിജിനൽ സാധനമാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് അടുത്ത സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുരങ്ങ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എന്താണെന്നറിയില്ല. സംഭവം ഒരു ഫോറസ്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പം വന്നത് മൃഗങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ, അതായത് ആദ്യകാലത്തിലെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഏരിയ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിച്ചത് ചിമ്പാൻസിയിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് തേനീച്ചകളിൽ നിന്നാണ് ഇവിടെ അവർ പറഞ്ഞു തന്ന അറിവ്. പിന്നെ അകത്തോട്ട് വല്ലതും ഉണ്ടോയെന്ന് പറഞ്ഞു കേട്ടോ. സംഭവം ഇല്ല, ഇവിടെ വരെ ഉള്ളു. മിക്കവാറും ആദിമ മനുഷ്യൻ താമസിച്ചിരുന്ന ഗുഹയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പറഞ്ഞുതരാൻ ആരുമില്ല ഈ ഭാഗത്ത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാം. ഒരുപക്ഷേ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന ഗുഹയായിരിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം അവരടുത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അത് ആദിമ മനുഷ്യന്മാർ താമസിച്ചിരുന്ന ഗുഹയാണ്, ശിലയാണ്. ഇതിനകത്ത് അവർ പറയുന്നത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല പല ചിത്രങ്ങളും കാണാമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ചിത്രങ്ങൾ എന്താണ്, അവർ വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ, ആയുധങ്ങൾ, അതൊക്കെയാണ് ഇതിനകത്ത്
ഉണ്ടെന്ന് പറയുന്നത്. ഇവിടേക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ചിത്രങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ഈ ശാസ്ത്രമേള എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ശാസ്ത്രത്തിനെക്കുറിച്ച് അറിവൊന്നുമില്ല. കൂടുതൽ അറിവുള്ളവരെന്തായാലും വരാൻ പോകില്ല. അറിവില്ലാത്തവർക്ക് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി വരുന്നത്. പക്ഷെ അവർ വന്ന് സ്വന്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി പോകണം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്ന് പറയുന്നൊരു സെക്ഷനിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു തരാനുമില്ല. കുറേ ചെടികളിരിപ്പുണ്ട്. പുൽത്തൈലം ഉണ്ടാകുന്ന ഒരു ചെടി അവിടെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി. ബാക്കി കുറേ സംഭവങ്ങളുണ്ട്, ഒന്നും പറഞ്ഞു തരാനുമില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയാണ്. അത് നമ്മുടെ വൈറസിനെ കുറിച്ചിട്ടല്ല, നിപ്പ വൈറസ്, കൊറോണ വൈറസ്, അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കും. വന്ന് കയറിയപ്പോഴൊരു വവ്വാലോട്ട് ഇരിപ്പുണ്ട്. വവ്വാലോടെ നിപ്പേറ്റാണ്. അടുത്ത വലിയ പ്രതീക്ഷയോട് കൂടി പോകുന്നൊരു സ്ഥലമാണ്. ഇതിനകത്ത് വല്ല ഉണ്ടായാൽ മതിയായിരുന്നു. ISRO ആണ്. ISRO എന്തെങ്കിലും വന്ന് കയറുമ്പോഴേ റോക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനം ഇവിടെ പ്രതീക്ഷിക്കാം. നമുക്ക് കയറി വരുമ്പോൾ ഒരു റോക്കറ്റ് കാണാം. ഇവിടെ ഒരു വലിയ റോക്കറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയാനിൻ്റെ ഒരു ചെറിയൊരു മാതൃക. ഗഗൻയാൻ എന്ന് പറഞ്ഞ മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ സിറ്റിസൺസിന് നമ്മുടെ വെഹിക്കിളിൽ തന്നെ സ്പേസിൽ കൊണ്ടുപോയി തിരിച്ച് സേഫായിട്ട് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്ന മിഷൻ. അതിനകത്തൊരു സർവീസ് മോഡ്യൂളുണ്ട്, ക്രൂ മോഡ്യൂളുണ്ട്. ഇതിനകത്ത് നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ കഴിയും. RLVT റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. റോക്കറ്റ് പോലെ മേലേക്ക് പോകും, ഒരു വിമാനം പോലെ തിരിച്ചു വന്ന് ഇറങ്ങി. ഇതിന്റെ ടെക്നിക്കൽ ഡെമോൺസ്ട്രേഷൻ കുറേ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ആൾക്കാരെ കൊണ്ടുപോകാനുള്ള മെച്ചൂരിറ്റി ഒന്നും വന്നിട്ടില്ല. നമുക്ക് സാറ്റലൈറ്റ് സെപ്പറേറ്റ് ചെയ്യാനുള്ള, സാറ്റലൈറ്റിന് ഇതിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിട്ട് സ്പ്രിംഗ് ലോഡഡ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം. സ്പേസിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇത് തുറന്നിട്ട് ഓരോ സാറ്റലൈറ്റ് സെപ്പറേറ്റ്, ചെറിയ കുഞ്ഞു സാറ്റലൈറ്റ്. അതെ, ഇതിനകത്ത് സാറ്റലൈറ്റ്സിനെ ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ ഈ ഡോർ തുറക്കുന്ന സമയത്ത് സ്പ്രിംഗ് ലോഡ് സ്പ്രിംഗ് ചെയ്ത് വെച്ചേക്ക് ഓരോന്ന് പുറത്തോട്ട്. നമ്മളപ്പോൾ ISRO എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, മൊത്തം കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇവിടെ മാത്രമാണ് നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയിട്ട് വരാം. ഇതേപോലെ കിട്ടിയാൽ കൊള്ളാം. നമ്മൾ പോസിറ്റീവായിട്ടുള്ളത് പോസിറ്റീവായിട്ട് പറയും, നെഗറ്റീവായിട്ട് തന്നെ പറയുകയും ചെയ്യും. നമ്മൾ ലാസ്റ്റ് ചന്ദ്രൻ്റെ അടുത്തെത്തി. ഇത് നമ്മൾ കുറേ ആൾ കാണണമെന്ന് വിചാരിച്ചായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അത് എവിടെ ഉണ്ടായിരുന്നു? കനകക്കുന്നിൽ. ഇടയ്ക്ക് വെച്ച് കനകക്കുന്നിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. അന്ന് കാണാൻ സാധിച്ചില്ല. പക്ഷെ അന്ന് മിസ് ചെയ്തു. ഇന്ന് കാണാൻ സാധിച്ചു. സംഭവം കൊള്ളാം കേട്ടോ. നല്ലൊരു വലിയൊരു ക്യാമറയിൽ എത്രത്തോളം അത് വലുപ്പമായിട്ട് തോന്നുന്നു അറിയില്ല. നല്ല അടിപൊളി വലുപ്പത്തിലൊരു ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് മുതലായി. അതുപോലെ തന്നെ ISRO മുതലായി. രണ്ട് സംഭവം മുതലായിട്ടുണ്ട്. വന്നതിൽ കൂടി മുതലായത് ഇതും ISRO ആണ്. പിന്നെ ഇനി അടുത്ത് എന്തോ ഒരു VR-ൻ്റെ ഒരു പരിപാടികളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് 50 രൂപയാണ് അതിന് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഏതാണ്ടൊക്കെ കണ്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്താൽ ആരുമില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായത്, കണ്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ VR റൂം ഈ കാണുന്നത്. ഇവിടെ സമയമുണ്ട്. 1 മണി തൊട്ട് 2 മണി വരെ, 5 മണി തൊട്ട് 6 മണി വരെ, 8 മണി മുതൽ 8:30 വരെ. ഇപ്പോൾ 5 മണിയായി. അപ്പോൾ ഇതിന് നമ്മൾ 50 രൂപ എക്സ്ട്രാ കൊടുത്തതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ അകത്തേക്ക് നോക്കാം. റെസിപ്പി VR-നായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ചുറ്റും റൗണ്ട് ചെയ്തിട്ട് LED വാളാണ്. അതിനകത്താണ് ഈ സംഭവം. എത്രത്തോളം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കടലിൻ്റെ ഉൾത്തട്ടിൽ നിൽക്കുന്നൊരു ഫീല് കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിച്ചേക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റും തന്നെ ഷാർക്കൊക്കെ പോകുന്നതാണ്, ചെറിയ മത്സ്യങ്ങൾ പോകുന്നതാണ്. അപ്പോൾ മനസ്സിലായി കടലിൻ്റെ ഉള്ളിത്തട്ടിലാണ്. പക്ഷേ നമുക്ക് അത്ര വലിയ ഫീലൊന്നും തോന്നുന്നില്ല. അവിടെ അതൊക്കെ ഇത് എന്താ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. സംഭവം ഇതാണ്, കടലിൻ്റെ ഉൾത്തട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബെഡ്റൂം ഹോം ടൂറാണ്. എൻ്റെ ബെഡ്റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് ഞാനിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ ചെയറും ടേബിളും ഇതാണ്. ഇതിനകത്ത് ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ കിടക്കുന്ന ബെഡ്. കുഷനില്ല കേട്ടോ. സംഭവം മെത്ത കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാറ്റിയിട്ടേക്കാം. ഇതാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ കൂടുതലും പോകുമ്പോഴത്തേക്ക് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഉടുപ്പ്. ഇത് സിബിയുടെ ഉടുപ്പാണ്. സിബി എനിക്ക് തന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വ്ളോഗ് ചെയ്യാനായിട്ട് പോകുമ്പോൾ സിബിയാണ് എനിക്ക് ഉടുപ്പ് വന്നത്. അപ്പോൾ ഇവിടെ തൂക്കിയിട്ടേക്കാണ്. കറക്റ്റാണ്, പാകമാണ് എനിക്ക്. പിന്നെ ഈ ഫാനിലാണ് ഞാൻ കാറ്റ് കൊള്ളുന്നത്. അപ്പോൾ AC വയ്ക്കാനുള്ളൊരു സാമ്പത്തികം ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ ഈ റൂമിലൊരു വലിയ AC വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ആകാശവും നല്ല കിട്ടിലും വ്യൂ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതെൻ്റെ തലയണയാണ്. 2 തലയണ ഉള്ളു. ഇതാണ് തലയണ. ഈ കസേര ഞാൻ ഇങ്ങോട്ട് പുറകോട്ട് നീക്കിയിട്ടിട്ട് ഇതിനെ പുറത്തിരുന്നാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ. എൻ്റെ ബെഡ്റൂം ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഈ വാതിൽ
ഇതാണ് വാതിൽ. ഞാൻ വാതിൽ ചാരാറുള്ള കുറ്റിയിടാനായിട്ട് ഒരു കമ്പി ഉണ്ടായിരുന്നു, ഒരു വലിയ തോട്ട, അത് കളഞ്ഞു പോയി. അപ്പോൾ കുറ്റിയിടാറില്ല, ചാരാറുള്ള. 6-നകത്താണ് വാറ് കിടക്കുന്നത്. ഒരു റൂമിനകത്ത് നമ്മൾ അടഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പുറത്ത് യുദ്ധം നടക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന എന്തോ ഒരു വിഷ്വൽസാണ് അവിടെ കാണിക്കുന്നതാണ് ഇവിടെ വെളിയിൽ പറഞ്ഞത്. അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. പക്ഷേ VR നമ്മൾ വിചാരിച്ചിട്ട് ചതിച്ച്, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫീലൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ അത് കിട്ടുമായിരിക്കും. പക്ഷേ എത്രത്തോളം ക്യാമറയിൽ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതിനകത്താണ് ആ സംഭവം നടക്കുന്നത്. ഇപ്പം നമ്മൾ ഉക്രൈനിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉക്രൈനിലൊരു റൂമിനകത്താണ്. TV-യിൽ ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെളിയിൽ യുദ്ധം നടക്കുന്നതാണ് സീൻ. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് നിന്നിട്ട് ഹാളിലിരുന്ന് ന്യൂസ് കാണുകയാണ്. അപ്പം വെളിയിൽ നമ്മൾ ഉക്രൈനിലാണ് നിൽക്കുന്നത്. യുദ്ധം നടക്കുന്ന സമയമാണ്. സ്വിച്ച് പോയി. നമ്മുടെ സ്വിച്ച് ബോർഡ് ഡാമേജ് ആയി. ബോംബ് വീണ്. അയ്യോ, തീ കത്തിയടാ. നമ്മുടെ ബിൽഡിങ് മൊത്തം ഇടിഞ്ഞതാ. നമ്മുടെ റൂം ഇടിഞ്ഞതാ. തുരങ്കായി. ദൈവം, നീ എന്ത് ചെയ്യടാ? റൂം ഇടിഞ്ഞ്. വീടിൻ്റെ ഒരു ചുമര് പോയി, ഒരു യുദ്ധവിമാനം പോവുകയാണ്. അവിടെ നിന്ന് പുകയെല്ലാം മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ റൂമിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ റൂമിൻ്റെ ഒരു ഭാഗം മൊത്തം തകർന്ന് അവിടെയൊക്കെ തീ പിടിച്ച് നമുക്ക് വാതിൽ തുറന്ന് പുറത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇലക്ട്രിക് സർക്യൂട്ടൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ വാതിൽ തുറക്കാനും പറ്റുന്നില്ല. ഇതുവഴി മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല. അവിടെ താഴെ വലിയ കുടിയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു പിടിയില്ല. ഞാനും നമ്മുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ ബോംബ് വീണിട്ടുണ്ട്. മിസൈല് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യുന്നൊരു പിടുത്തമെല്ലാം നിൽക്കുകയാണ്. നമ്മൾ അവിടേക്ക് ബോംബ് വീണുകൊണ്ടിരിക്കുകയാണ്. ഏതോ നിമിഷം നമ്മൾ വെള്ളത്തിന് കീഴടങ്ങേണ്ടിയിരിക്കുന്നു. കാറ്റം ബോംബ്. നമ്മളെ രക്ഷിക്കാൻ വന്ന ഫ്ലൈറ്റ് തകർത്ത്. അപ്പോൾ നമ്മുടെ സയൻസ് ഫെസ്റ്റിവലിൻ്റെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വലിയ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയത് നമ്മുടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിനകത്ത്. പക്ഷേ വളരെ എന്താണ്, നമുക്ക് വിചാരിച്ചൊരു പ്രതീക്ഷ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒന്ന്, തിരക്കില്ല. അത് വലിയ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. അത് ഞാനും എൻ്റെ ഒപ്പം വന്ന സിബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 3-4 ബസ്സിനകത്ത് കുറച്ച് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അപ്പം നമ്മൾ 3 മണിക്ക് അവിടെ എത്തി. ഏകദേശം ഒരു 5-5:30 മണിക്കകത്ത് വെച്ചിട്ട് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ട് തീർക്കാൻ സാധിച്ചു. നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ പല വ്ളോഗേഴ്സും പറഞ്ഞിട്ടുള്ളത് 8 മണിക്കൂർ കാണാനുള്ള കാഴ്ചകളുണ്ടെന്നാണ്. പക്ഷേ അത്രത്തോളം ഒന്നും നമുക്ക് കാണാനായിട്ട് അത്രത്തോളം സമയം എടുത്ത് കാണേണ്ട കാഴ്ചകളൊന്നും അതിനകത്തില്ല. നമ്മൾ മാക്സിമം പോയ ഒരു 3 മണിക്കൂർ അത്രയും അതിനകത്ത് കാണാനായിട്ടുള്ള കാഴ്ചകളുള്ളൂ. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 250 രൂപ മുടക്കി പോകുമ്പം 250 രൂപ മുടക്കുന്നതിലല്ല, നമ്മൾ ആ പൈസ കൊടുത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് അതിനകത്ത് ചെല്ലുമ്പം നമുക്ക് കുറച്ച് കാഴ്ചകൾ അവിടെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സാധനം വെക്കുന്നു, നമുക്കതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരാളുണ്ടാവണം. അങ്ങനെ ഒരു ആളിനെ ഞങ്ങളവിടെ കണ്ടിട്ടില്ല. കൂടുതലും കണ്ട ആൾക്കാരെന്ന് പറയുന്നത് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. മിക്കുള്ള വോളണ്ടിയേഴ്സും ഉറക്കമായിരുന്നു നമ്മുടെ മുമ്പിൽ കണ്ടത്. അത് നമ്മൾ വീഡിയോയിൽ പകർത്തി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവർക്കൊരു ഇൻസൾട്ടാവും. അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. അതായത് മിക്ക വോളണ്ടിയേഴ്സും നമ്മൾ ചെല്ലുന്ന സമയത്ത് ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞ് കൈയും വെച്ചിരുന്ന് ഉറങ്ങുന്നതാണ്. നമ്മൾ അതുവഴി പാസ് ചെയ്ത് പോകുന്നത് പോലും അവരറിയുന്നില്ല. ഒരു പക്ഷേ ഞാനും എൻ്റെ കൂടെ വന്ന സിബിയും മാത്രമേ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളും
പൈസ മുടക്കിയാണ് ചെല്ലുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിവുകളില്ലാത്തത് നമുക്ക് അറിവ് പകർന്നു തരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. പക്ഷേ അതവർ കാണിച്ചില്ല. പിന്നെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില സ്ഥലങ്ങളിൽ നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന വോളണ്ടിയേഴ്സുമാരും ഉണ്ട്, പിടിച്ചു നിർത്തി നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും അതിനകത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ISRO എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ചെന്നപ്പോഴത്തേക്കാണ് നല്ല പക്വതയോടുകൂടി അറിവോടുകൂടിയൊക്കെ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ നമ്മളെ വിളിച്ചിരുത്തി ഇതിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ 1-2 സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും ആ അനുഭവങ്ങളുണ്ടായി. നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ കുറച്ച് മോശം അനുഭവമാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ അവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഷിപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് 1-2 ഫോട്ടോ എടുക്കാം, അത്രയോ അതിനകത്തുള്ളൊരു സംഭവമായിട്ട് നമുക്ക് തോന്നിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ISRO കുറച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉക്രൈൻ വാറിൻ്റെ വാർ സെക്ഷനുണ്ട്. ഉക്രൈൻ വാറിനെ നമ്മൾ റൂമിനകത്ത് അടച്ചിരിക്കുമ്പോഴത്തേക്ക് ഒരു വെളിയിൽ യുദ്ധം നടക്കുന്നു, അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെറിയ കുറച്ച് വിഷ്വൽസൊക്കെ ചെയ്തിട്ടുള്ള സംഭവം, അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ ഒരു മൂണുണ്ടായിരുന്നു, ഒരു വലിയൊരു മൂൺ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 സംഭവങ്ങളാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. വേറെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളവിടെ ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് നമുക്കത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ 2024 നിന്നും നമ്മുടെ പൂർവികരിലേക്ക് മനുഷ്യനുണ്ടായ ആ കാലഘട്ടത്തിലേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തും കുറച്ച് ആൾക്കാരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് അവിടെ ചെന്ന് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കുണ്ടായ അനുഭവം. ഒരിക്കലും അവിടെ പോകരുത് എന്നുള്ളതിനല്ല ഈ ഒരു വീഡിയോ. വലുതായിട്ട് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും ഒരിക്കലും ഗ്ലോബൽ സയൻസ് കാണാൻ പോകരുത് എന്ന് പറയാനല്ല. ഇത്രയൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം. അതുവരെ